രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം 1, let S subset Rn and f bar from S to Rm be a function with values in Rm such that f bar is equal to ordered multiple f1, f2, etc. fm. Prove that f bar is differentiable at an interior point c bar of S if and only if each fi is differentiable at c bar. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എഫ് ബാർ എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷനാണ്. എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ എൻ. അപ്പോൾ എഫ് ബാർ ഇസ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ with multi variables and vector valued. F bar is a vector valued function with multi variables. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ബാറിനെ അപ്പോൾ എന്താ എങ്ങനെ എടുക്കാം? f1, f2, etc. fm എന്ന് എടുക്കാം. പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബാർ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇൻ ഇൻറ്റീരിയർ പോയിന്റ് സി ബാർ ഓഫ് എസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് എഫ് ഐ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ എന്ന്. അതായത് എഫ് ബാർ എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷനാണ്. എസ് സബ്സെറ്റ് ഓഫ് ആർ എൻ ആണ്. അപ്പോൾ എഫ് ബാറിന് n വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആർ എമ്മിലേക്കുള്ള ഫംഗ്ഷനാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ബാർ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് സി ബാർ ഓഫ് എസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് എഫ് ഐ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ എന്ന്. അപ്പോൾ അതായത് എഫ് ബാർ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ f1, f2, etc. fm ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ ആയിരിക്കും. അതുപോലെ കോൺവേഴ്സ്ലി f1, f2, etc. fm ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ ആണെങ്കിൽ എഫ് ബാർ ഇസ് ഓൾസോ ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രൂഫിലേക്ക് ആൻസർ നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ബാർ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഫ് ബാർ ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് പോവാണ്, മറ്റേ ഇതിൽ പോവുക. അപ്പോൾ തിരിച്ചും ഇംപ്ലിക്കേഷൻ ഉണ്ട്. വിച്ച് ഇസ് സിംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ എഫ് ബാർ ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ ആണെങ്കിൽ ഉറപ്പായിട്ട് എഫ് ബാർ ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും. ഇറ്റ് സിംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ എഫ് ബാർ സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ. ടി ബാർ സി ബാർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ എക്സിസ്റ്റ് ചെയ്യും. അതായത് ടി ബാർ സി ബാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് സിംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ ഇനി ടോട്ടൽ ഡെറിവേറ്റീവ് നമ്മൾ തിയറം 1 പറഞ്ഞായിരുന്നു. ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ. അതായത് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ടി ബാർ സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ. അതാണ് നമ്മൾ തിയറം 1 പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എഫ് ബാർ ടോട്ടൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ബാർ അറ്റ് സി ബാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് വൈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നതിനോട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വിച്ച് ഇസ് സിംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഓഫ് f1, f2, etc. fm എക്സിസ്റ്റ് അറ്റ് സി ബാർ. ഇതിൻ്റെ റീസൺ ആണ് പറഞ്ഞേക്കുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദ കമ്പോണൻറ്റ് വൈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് വിച്ച് ഇസ് സിംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ. ഇനി നമുക്കറിയാം ഇവിടെ f1, f2, etc. fmൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് തിയറം 1 തിയറം 1 വെച്ചിട്ട് ടോട്ടൽ ഡെറിവേറ്റീവ്സ് ഓഫ് f1, f2, etc. fm അറ്റ് സി ബാർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. വിച്ച് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ടോട്ടൽ ഡെറിവേറ്റീവ്സ് ഓഫ് f1, f2, etc. fm അറ്റ് സി ബാർ എക്സിസ്റ്റ്. വിച്ച് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f1, f2, etc. ഈ ടോട്ടൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അറ്റ് സി ബാർ. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f1, f2, etc. fm സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല അറ്റ് സി ബാർ. വിച്ച് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f1, f2, etc. fm ആർ ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വിടുന്ന എഫ് ബാർ ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ എന്ന് അസ്യൂം ചെയ്തപ്പോൾ ഇംപ്ലൈസ് ആൻഡ് സിംപ്ലൈഡ് ബൈ f1, f2, etc. fm ഡിഫറൻഷ്യബിൾ അറ്റ് സി ബാർ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. സെക്കൻഡ് പ്രോബ്ലം ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ del f of xy at the point xy in R2 where it exists for the following functions. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് del f of xy കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ del f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗ്രേഡിയൻറ്റ് വെക്റ്റർ, അതായത് ∂f by ∂x, ∂f by ∂y ആ ഒരു വെക്റ്ററാണ് del f എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of xy is equal to x square y square log x square plus y square if xy not equal to 0, 0 and f of 0, 0 equal to 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. അതായത് xy നോട്ട് ഈക്വൽ ടു 0, 0 ആകുമ്പോൾ f of xyയുടെ വാല്യൂ ഇതാണ്. xy ഈക്വൽ ടു 0, 0 ആകുമ്പോൾ f of xyയുടെ f of 0, 0 എന്ന് പറയുന്നത് 0 വരെ. അതായത് f of xy എന്ന് പറയുന്നത് 0 വരെ. അപ്പോൾ നമുക്ക് f of xyനെ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. f of xy is equal to x square y square log x square plus y square if xy not equal to 0, 0 and 0 if xy equal to 0, 0. ഇനി നമ്മൾ xy ഈക്വൽ ടു 0, 0 ആകുമ്പോൾ f of xyയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ xy ഈക്വൽ ടു 0, 0 ആകുമ്പോൾ f of xy 0, 0 ആണ്. അതായത് del f എന്ന് പറയുന്നപ്പോൾ ആ കേസിൽ എന്ത് വരും? 0, 0 വരും. അപ്പോൾ നമ്മൾ xy നോട്ട് ഈക്വൽ ടു 0, 0യുടെ കേസിൽ d1f d2f നോക്കിയാൽ മതി. അപ്പോൾ xy നോട്ട് ഈക്വൽ ടു 0, 0 എടുത്തു. അപ്പോൾ f of xy എന്ന് പറയുന്നത് x square y square log x square plus y square ആണ്. നമുക്കറിയാം del f of xy എന്ന് പറയുന്നത് d1f, d2f ആണ്.
അപ്പോൾ D1F എന്ന് പറയുമ്പോൾ എന്ത് വരും? D1 ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. D1 എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് വേരിയബിൾ ആണ്, അതായത് ഡോ ബൈ ഡോ എക്സ് വരും. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു 1/ln, അതായത് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും കൺസിഡർ ചെയ്തിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഇസ് എന്താ പറയുക, ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ആണ്. അപ്പോൾ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് 2x വരും. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് എക്സ് ആയി ചെയ്യുന്നത്, അപ്പോൾ 2x വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് 2x വൈ സ്ക്വയർ എന്ന് വന്നു. അതായത് നമുക്ക് എന്ത് വന്നു? നമ്മൾക്ക് 2x³ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x വൈ സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നു. xy നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ അപ്പോൾ D1F നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി D2F നോക്കുക. അപ്പോൾ D2F എന്ന് പറയുമ്പോൾ D2 ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. പാർഷ്യലി വിത്ത് റെസ്പെക്ട് വൈ നമ്മൾ ചെയ്യണം. ഇവിടെ എഗെയിൻ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് വൈ. അപ്പോൾ എന്ത് വരും? 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ദാറ്റ് ഇസ് 2y പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ദാറ്റ് ഇസ് 2x എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിൽ നമുക്ക് 2x സ്ക്വയർ വൈ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ വൈ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദർ xy നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് D1Fനെ കമ്പൈൻ ചെയ്ത് രണ്ട് കേസിൽ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് D1F നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് 2x വൈ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാമല്ലോ. അപ്പോൾ 2x വൈ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ D1F ഈക്വൽ ടു 2x വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 ഇഫ് xy ഈക്വൽ ടു 0 എന്ന് വന്നു. അതുപോലെ D2Fനെ നമുക്ക് ഇവിടുന്ന് 2x സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും? 2x സ്ക്വയർ വൈ ഇൻറ്റു വൈ സ്ക്വയർ 2x സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 ഇഫ് xy ഈക്വൽ ടു 0 എന്ന് വന്നു. ദസ് ഡെൽ എഫ് ഓഫ് xy ഇസ് ഈക്വൽ ടു D1Fന് കിട്ടിയ വാല്യൂ കോമ D2Fന് കിട്ടിയ വാല്യൂ എക്സ് നോട്ട് ഈക്വൽ ടു xy നോട്ട് ഈക്വൽ ടു 0 D1Fന് കിട്ടിയ വാല്യൂ കോമ D2Fന് കിട്ടിയ വാല്യൂ. അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയേക്കുന്നത്. അപ്പോൾ xy നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ D1F കോമ D2F ആണ് എഴുതിയേക്കുന്നത്. xy ഈക്വൽ ടു 0 ആകുമ്പോൾ D1F D2F 0 ആണ്. അപ്പോൾ ആ കേസിൽ 0,0. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ D1F വാല്യൂ ആണ്. xy നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള D1F വാല്യൂ കോമ xy നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള D2F വാല്യൂ. അതാണ് ഡെൽ എഫ് ഓഫ് xy. അപ്പോൾ ഈ ഒരു ഓർഡർ പെയർ വരും. xy നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ 0 വരും. xy ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് എഫ് ഓഫ് xy ഇസ് ഈക്വൽ ടു xy ഇൻറ്റു സൈൻ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 ഇഫ് xy ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ xy നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? D1F എന്ന് പറയുന്നത് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് വരും. പിന്നെ ഇവിടെ നമ്മൾ xyനെ ഫസ്റ്റ് ഫംഗ്ഷനും സൈൻ ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും? കോസ് ഓഫ് ഇവിടെ നമുക്ക് ചെയിൻ റൂൾ ഉണ്ട്. അപ്പോൾ കോസ് ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? അത് നമുക്ക് അവിടെ നമുക്ക് അഗെയിൻ ചെയിൻ റൂൾ അപ്ലൈ ആണ്. അതായത് -1/x സ്ക്വയർ എന്നുള്ളത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. അപ്പോൾ എന്ത് വരും? -1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അഗെയിൻ ചെയിൻ റൂൾ. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഇസ് 2x. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈനിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ കോസ് ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നു. ഇനി ഡെറിവേറ്റീവ് ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനകത്ത് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവ് പോലെ അപ്പോൾ -1/x സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നേക്കുന്നത്. അപ്പോൾ -1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഇസ് 2x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് സൈൻ ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഇസ് 5 വന്നു. അപ്പോൾ നമുക്ക് D1F ആയിട്ട് കിട്ടിയത് എന്താ? -2x സ്ക്വയർ വൈ കോസ് ഓഫ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു
1/x² + y² ഹോൾ സ്ക്വയർ വരും പ്ലസ് സൈൻ ഓഫ് 1/x² + y² വന്നു. അപ്പോൾ നമുക്ക് D1F ഈ രീതിയിൽ എഴുതാം -2x²y/x² + y² ഇൻറ്റു കോസ് ഓഫ് 1/x² + y² പ്ലസ് y ഇൻറ്റു സൈൻ ഓഫ് 1/x² + y² ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 0 ഇഫ് xy ഈക്വൽ ടു 0 ഇനി അതുപോലെ D2F നോക്കാം. അപ്പോൾ D2F എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. അപ്പോൾ എന്ത് വരും xy ഇൻറ്റു കോസ് ഓഫ് 1/x² + y² ഇൻറ്റു -1/x² + y² ഹോൾ സ്ക്വയർ ഇൻറ്റു 2y പ്ലസ് സൈൻ ഓഫ് 1/x² + y² ഇൻറ്റു x വരും. വിത്ത് റെസ്പെക്ട് ടു y നമ്മളിത് സെയിം രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം D2F is equal to xy ഇൻറ്റു കോസ് ഓഫ് 1/x² + y² ഇൻറ്റു -1/x² + y². ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഹോൾ സ്ക്വയർ ഇട്ടാണ് ഇൻറ്റു 2y പ്ലസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് 1/x² + y² ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 അപ്പോൾ D2F നമുക്ക് എങ്ങനെ കിട്ടി -2xy² + y² ഹോൾ സ്ക്വയർ. ഇവിടെ സ്ക്വയർ ഇട്ടാണ് ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇൻറ്റു കോസ് ഓഫ് 1/x² + y² പ്ലസ് എക്സ് സൈൻ 1/x² + y² ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 ഇഫ് xy ഈക്വൽ ടു 0 അപ്പോൾ ∇F നമുക്ക് D1F, D2F എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ xy നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ D1F, D2F ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ -2xy²/x² ഹോൾ സ്ക്വയർ ആ വിട്ടുപോയിട്ടുണ്ട്, അത് എഴുതിക്കാണ്. ഈ x² + y² ഹോൾ സ്ക്വയർ ആണ് രണ്ടിടത്തും. ഇവിടെ സ്ക്വയർ ആക്കണം, ഇവിടെയും സ്ക്വയർ ആക്കണം. ഇവിടെ എഴുതിയിട്ടില്ല, അത് എഴുതിപ്പോവാണ്. -2xy²/x² + y² ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് 1/x² + y² ഇൻറ്റു y² പ്ലസ് എക്സ് സൈൻ 1/x² + y² ഇഫ് xy നോട്ട് ഈക്വൽ ടു 0 ഇഫ് xy ഈക്വൽ ടു 0 അതായത് D1F xy നോട്ട് ഈക്വൽ ടു 0 കേസിലെ D1F, D2F ആണ് ഈ ഓർഡർ പെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പ്രോബ്ലം കഴിഞ്ഞു.